ഹായ് നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ കിണാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ്. പൂർണ്ണമായും വനത്തിനുള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ആചാരമുണ്ട്. അതിനെക്കുറിച്ച് രണ്ടു വാക്ക്. വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ പൂർണ്ണമായും തകർന്നതായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഗോത്രവർഗ്ഗക്കാരാണ് താമസിച്ചിരുന്നത്. വനത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ് ഗോത്രവർഗ്ഗക്കാർ. ഗോത്രവർഗ്ഗത്തിൽ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ അധികവും താമസിച്ചിരുന്നത്. വനവിഭവം ശേഖരിക്കുവാൻ വനത്തിൽ പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്ത ശേഷമാണ് വനവിഭവം ശേഖരിക്കുവാൻ പോയിരുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന വനവിഭവങ്ങളിൽ നിന്നും ഒരു വീതം ദേവീ നടയിൽ സമർപ്പിച്ചു പോന്നിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു ക്ഷേത്രം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദേവപ്രശ്നത്തിൽ പണ്ട് ആദിവാസികൾ നടത്തിയിരുന്ന ഈ ആചാരം മുടക്കം കൂടാതെ തുടരണമെന്ന് തെളിയുകയും അന്നു മുതൽ ഈ ആചാരം മുടക്കം കൂടാതെ നടത്തി വരികയും ചെയ്യുന്നു. മുൻപ് വളരെ കുറച്ച് ആളുകൾ മാത്രം നടത്തി വന്നിരുന്ന ചടങ്ങ് ഇന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരാഘോഷമായി തുടരുന്നു. കുംഭമാസം 3-ാം തീയതിയാണ് ഈ ആഘോഷം നടത്തപ്പെടുന്നത്. പിണൂർക്കുടി, പന്തപ്ര എന്നീ ഊരുകളിൽ നിന്നുമുള്ള ആളുകൾ ചെണ്ടമേള അകമ്പടിയോടുകൂടി പിണൂർക്കുടിയിൽ നിന്നും ഘോഷയാത്രയായി ആരംഭിച്ച് ക്ഷേത്രാങ്കണത്തിൽ വന്ന് തേങ്ങയുടച്ച് അടുത്തുള്ള പായസപ്പാറ എന്നു പേരുള്ള പാറയിൽ ഗോത്രച്ചുവടുകൾ വെച്ച് പായസമുണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം പിണൂർക്കുടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പരമ്പരാഗത വേഷത്തിൽ ചുവടുകൾ വയ്ക്കുന്ന സ്ത്രീകളെയും കാണാം. അങ്ങനെ ഘോഷയാത്ര മെയിൻ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചെറിയ തോട് കടന്ന് ഈ പാറ കയറി മുകളിലേക്ക് ചെല്ലുന്നതാണ് പായസപ്പാറ. ഈ വഴി ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ടുള്ളതാണ്. ഘോഷയാത്ര ആരംഭിച്ച പിണൂർക്കുടിയിൽ നിന്നും തെളിച്ച കുത്തുവിളക്കുമായിട്ടാണ് മുഖ്യ കാർമ്മികനും സഹായിയും എത്തിച്ചേരുന്നത്. പ്രായത്തെ വെല്ലുന്ന വേഗതയിലാണ് ഇവർ ഈ കയറ്റം കയറുന്നത്. പായസപ്പാറയിലെത്തി ഇവിടുത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം കുളിച്ചു തോർത്തി ക്ഷേത്രത്തിലേക്ക് തേങ്ങ ഉടയ്ക്കുവാനാണ് ഇനി മുഖ്യ കാർമ്മിയും സംഘവും പോകുന്നത്. ഈ സമയം പ്രായമായ അമ്മമാരുടെ നൃത്തച്ചുവടുകളും കാണാം. കുളി കഴിഞ്ഞെത്തിയ മുഖ്യ കാർമ്മികനും സംഘവും തേങ്ങ ഉടയ്ക്കുവാനായി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്.
അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് അദ്ദേഹം പോകുന്നത്. ഈ കാണുന്നതാണ് ക്ണാച്ചേരി ദേവീക്ഷേത്രം. ക്ഷേത്രാങ്കണത്തിലും വൻ മരങ്ങൾ കാണാം. ഇപ്പോൾ കാണുന്നതാണ് പഴയ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ. ഇവിടെ നിന്നും വളരെയധികം ദൂരെയുള്ള ഗോത്രമേഖലകളിൽ നിന്നും ആളുകൾ ഈ ചടങ്ങിനായി എത്തിച്ചേരാറുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം തിരികെ പായസപ്പാറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും രാവിലെ എത്തിച്ചേർന്ന ആളുകളായതിനാൽ വന്നവർക്ക് വിശപ്പ് അകറ്റുന്നതിനായി നാടൻ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും തൊട്ടരികിലുള്ള അരുവിയോട് ചേർന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം വീണ്ടും പായസപ്പാറയിലേക്ക്. ദേവിക്ക് നേദിക്കുവാനുള്ള പായസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശേഷം എത്തിച്ചേർന്ന എല്ലാവർക്കും കഴിക്കുവാനുള്ള പായസം ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സ്ത്രീജനങ്ങൾ. ഈ ചടങ്ങുകൾക്ക് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പായസ നേതി ചടങ്ങുകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വരുന്ന 3 നാളുകൾ ഉത്സവ തിരക്കുകളുടേതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.